ശ്രീ എ പ്രഭാകരൻ, ബഹുമാനപ്പെട്ട സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി. സർ, കേരളത്തിലെ പ്രധാനപ്പെട്ട തനത് പരമ്പരാഗത വ്യവസായമായ കള്ളുചെത്ത് വ്യവസായം ഇന്ന് തകർച്ചയുടെ വക്കിലാണ്. ഒരു കാലത്ത് ധാരാളം കുടുംബങ്ങൾ ഈ തൊഴിലിനെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഞാൻ കുട്ടിയായിരിക്കുന്ന കാലത്ത് ഒരു 10-25 വീടുകൾ ചേരുന്ന ഒരു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അതിൽ 20 വീട്ടിലും ചെത്തുകാരുണ്ടായിരുന്നു. എൻ്റെ കുടുംബം അടക്കം ആ ചെത്തു തൊഴിലിനെ ആശ്രയിച്ച് ജീവിച്ചു വന്നതാണ്. എന്തായാലും പല കാരണങ്ങളാൽ ഈ വ്യവസായം നാൾക്ക് നാൾ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന ഒരവസ്ഥയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നിലയ്ക്കാണ് പോകുന്നതെങ്കിൽ അധികകാലം ഈ വ്യവസായത്തിന് ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല, അത് നാശകത്വത്തിലേക്ക് നീങ്ങും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ കേരളത്തിൻ്റെ തനത് പരമ്പരാഗത വ്യവസായം എന്ന നിലയിൽ ഇതിനെ സംരക്ഷിക്കുവാനും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സർക്കാരിൻ്റെ അടിയന്തര ശ്രദ്ധ ഉണ്ടാകണമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഈ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങളും അവകാശങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ ആദ്യമായി നിലവിൽ വന്നത് കള്ളുചെത്ത് ക്ഷേമനിധി ബോർഡാണ്. ഒരു ബോർഡ് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ബോർഡാണെങ്കിലും ഈ പോക്കാണ് പോകുന്നതെങ്കിൽ ആ ബോർഡും അവസാനിക്കാൻ പോവുകയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കള്ളുചെത്ത് വ്യവസായം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ടോഡി ബോർഡ് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തുടങ്ങി വെച്ചു. അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും അതുകൊണ്ട് ഇപ്പോൾ ഈ വ്യവസായത്തിൻ്റെ തകർച്ചയെ ഇപ്പോൾ പരിഹരിക്കാൻ കഴിയും എന്ന ബോധ്യം എനിക്കില്ല. എന്തായാലും ആധുനിക കാലഘട്ടത്തിൻ്റെ പ്രത്യേകത മൂലം ചെത്തു തൊഴിലെടുക്കാൻ ചെത്തുകാരനായി വരാൻ ഒരാളും ഒരു യുവാവും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. സത്യത്തിൽ ഈ കള്ള് ഷാപ്പുകളിൽ ഏലത്തിൽ പോകുമ്പോൾ ഇതിൻ്റെ നിബന്ധനയിൽ ഒരു ഷാപ്പിന് മിനിമം 5 തൊഴിലാളികൾ വേണമെന്നുണ്ട്. എന്നാലേ അത് ഷാപ്പിൽ ഏലത്തിൽ പോകുള്ളൂ. പക്ഷേ അത് കടലാസിൽ എഴുതി വെച്ചതല്ലാതെ അങ്ങനെ ഒരു സംഭവം ആരും പരിപാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇന്നത്തെ കാലത്ത് പുതിയ മാർഗങ്ങൾ കണ്ടെത്താൻ കഴിയും ഈ വ്യവസായത്തെ നിലനിർത്താൻ. അത്യുൽപാദന ശേഷിയുള്ള ഉയരം കുറഞ്ഞ വൃക്ഷം, ഇപ്പോൾ തെങ്ങ്, പന തുടങ്ങിയത് വെച്ച് പിടിപ്പിക്കുക, ആധുനിക യന്ത്രസാമഗ്രികളുടെ സഹായത്തോടുകൂടി തെങ്ങും പനയൊക്കെ കയറാനുള്ള സംവിധാനം ഉണ്ടാക്കിയാൽ പുതിയ ചെത്തുതൊഴിലാളികൾ വരും. സ്ത്രീകൾക്ക് വരെ ഈ മേഖലയിലേക്ക് കടന്നു വരാനുള്ള അവസരമുണ്ടാകും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ചെത്തിയെടുക്കുന്ന കള്ള് കേടുവരാതെ സൂക്ഷിക്കാൻ ആവശ്യമായ ഫ്രീസർ സൗകര്യം ഏർപ്പെടുത്താൻ കഴിയണം. വീര്യം കുറഞ്ഞതും എന്നാൽ കുടിക്കുന്നവരുടെ ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കാത്തതുമായ ഒരു പാനീയമെന്ന നിലയിൽ ശുദ്ധമായ കള്ള് വിതരണം നടത്താനായാൽ കള്ള് വിദേശ മദ്യത്തിൻ്റെ പിന്നാലെ പോകുന്നത് ഒഴിവായി കിട്ടാൻ സഹായകമാകും. ഇപ്പോൾ സിലോണിൽ നിന്നും മറ്റും ഗൾഫ് നാടുകളിലേക്ക് മിച്ചം വരുന്ന കള്ള് കയറ്റി അയക്കുന്നത് പോലെ നമുക്കും ഇത് കയറ്റുമതി ചെയ്യാനുള്ള മേഖലകൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. ആകർഷകമായ സ്ഥലത്ത് ആകർഷകമായ ടോഡി പാർലറുകളും കള്ളു ഷാപ്പുകളും സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കണം. പറ്റുമെങ്കിൽ നല്ല ഭക്ഷണവും അവിടെ ഉറപ്പുവരുത്താനായാൽ സ്വാഭാവികമായും ജനങ്ങൾ അവിടേക്ക് കടന്നു വരും. ഇപ്പോൾ അശാസ്ത്രീയമായ നിബന്ധനകൾ കള്ളു ഷാപ്പുമായി ബന്ധപ്പെട്ടുണ്ട്. 400 മീറ്റർ പരിധിയിൽ സ്കൂളുകളോ ശ്മശാനങ്ങളോ അതുപോലെ തന്നെ അമ്പലങ്ങളോ ഉണ്ടാകാൻ പാടില്ല. ബാറിന് ഇതൊന്നും ബാധകമല്ല. പക്ഷേ കള്ളുചെത്തിന് ഒരു പരമ്പരാഗത വ്യവസായത്തിന് ഇത് വളരെ കണിശമായി പാലിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണം, ഞാൻ പഠിച്ച സ്കൂളാണ് BEM ഹൈസ്കൂൾ, പാലക്കാട് സിറ്റിയിൽ ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ അടുത്താണ്. അവിടെ നിന്ന് 25 മീറ്റർ കൂടിയില്ല കൈരളി ബാർ എന്ന് പറയുന്ന ബാറിലേക്ക്. പക്ഷേ കള്ള് ഷാപ്പിന് ഇത് പറ്റില്ല. എന്ത് നീതിയാണ് സർ? കള്ള് ഷാപ്പ് ഒരു പരമ്പരാഗത വ്യവസായം, അതിന് ദൂരപരിധി വളരെ കർശനമാക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുകയാണ്. സർ, ഞാൻ ചുരുക്കുകയാണ്. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ ആണ് പെർമിറ്റ് അടിസ്ഥാനത്തിൽ ഇപ്പോൾ കള്ളുണ്ടാക്കി മിക്കവാറും ജില്ലകളിലേക്കൊക്കെ അയക്കുന്നത്. അവിടെ ചെത്തുന്ന തൊഴിലാളികൾക്ക് ഒരു ജീവിത സുരക്ഷിതത്വമില്ല. അവരെ ആരും ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്താനും പറ്റുന്നില്ല. തൊഴിലാളികളെപ്പോലെ ഈ രംഗത്ത് പുതിയ അബ്കാരി കോൺട്രാക്ടർമാരും കടന്നു വരുന്ന സ്ഥിതി. ചില കോൺട്രാക്ടർമാരൊക്കെ വല്ലാത്ത പരാധീനതയിലാണ്. അവരിപ്പോൾ ഈ ഷാപ്പിൽ മുടക്കിയ കാശ് ഷാപ്പിൽ തന്നെ തിരിച്ചെടുക്കാൻ വേണ്ടി ചിലവർ ഷാപ്പ് എടുക്കുന്നു എന്നല്ലാതെ അതിലും പുതിയ ആൾക്കാർ കടന്നു വരാത്തൊരവസ്ഥയുണ്ട്. അത് ഒരു പക്ഷേ മുൻകാലത്തൊക്കെ കിട്ടിയിരുന്നത് പോലെ ലാഭം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അതിലും പുതിയ അബ്കാരി കോൺട്രാക്ടർമാർ കടന്നു വരാത്തത്. മാത്രമല്ല സർ, ഞാൻ ഇക്കൊല്ലത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സർ, കഴിഞ്ഞു. ഈ പെരുമാറ്റച്ചട്ടം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലവിൽ വന്നതുകൊണ്ട് പകുതി ഷാപ്പുകൾ ഇപ്പോൾ ഏലത്തിൽ പോയിട്ടില്ല.
അപ്പോൾ എല്ലാ ഷാപ്പുകളും അടഞ്ഞു കിടക്കുകയാണ്, തൊഴിലാളികൾക്കും പണിയില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ സർ, എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ബഹുമുഖമായ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന ഈ കള്ള് വ്യവസായത്തെ സംരക്ഷിക്കാൻ സർക്കാരിൻ്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണം. അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി. സർ, കേരളത്തിലെ പരമ്പരാഗത വ്യവസായമായ കള്ളുചെത്ത് വ്യവസായത്തെ സംരക്ഷിക്കണമെന്ന ബഹു അംഗത്തിൻ്റെ ആവശ്യം ഏറ്റവും ന്യായയുക്തമാണ്. 1967 നിലവിൽ വന്ന കേരളത്തിലെ കള്ളുചെത്ത് തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, ഈ ക്ഷേമനിധി ബോർഡിൻ്റെ കണക്ക് പ്രകാരം കേരളത്തിലിപ്പോൾ 13,859 ചെത്ത് തൊഴിലാളികളും 5,836 വിൽപ്പന തൊഴിലാളികളുമാണുള്ളത്. ഷാപ്പുകളുടെ എണ്ണം കണക്കിലെടുത്താൽ 138 എക്സൈസ് റേഞ്ചുകളിൽ 914 ഗ്രൂപ്പുകളിൽ 5,171 കള്ള് ഷാപ്പുകളാണുള്ളത്. 2023 മാർച്ച് 31 ആരംഭിച്ച വിൽപ്പന പ്രകാരം ഇതിൻ്റെ ലൈസൻസ് 3 വർഷത്തേക്കാണ് ലൈസൻസ് കൊടുത്തിരിക്കുന്നത്. അത് 2026 മാർച്ച് 31 ലൈസൻസ് കാലാവധി അവസാനിച്ചെങ്കിലും 1 വർഷത്തേക്ക് നീട്ടിക്കൊടുത്തിട്ടുണ്ട്. മുൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ 2027 മാർച്ച് 31 വരെയാണ് നിലവിലുള്ള കള്ള് ഷാപ്പുകളുടെ ലൈസൻസ്. ഇതിൽ ഈ 5,171 കള്ള് ഷാപ്പുകളിൽ നിലവിലുള്ള കണക്ക് പ്രകാരം 4,467 കള്ള് ഷാപ്പുകളാണ് പ്രവർത്തനക്ഷമമായിട്ടുള്ളത്. അതിൽ 704 എണ്ണം നിലവിൽ പ്രവർത്തിക്കുന്നില്ല. അതിൽ തന്നെ നിയമ നടപടികൾ നിലനിൽക്കുന്ന ഷാപ്പുകളുടെ എണ്ണം ഒഴിവാക്കിയാൽ 421 എണ്ണം ഈ പ്രവർത്തിക്കാത്ത ഷാപ്പുകളിൽ എലിജിബിളാണ്. ഇതാണ് നിലവിലെ ഈ ഷാപ്പ് വ്യവസായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യം. ഇതിൽ നിലവിൽ കള്ള് ഷാപ്പുകളുടെ ഈ മേഖലയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികൾ നിരവധിയാണ്. ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ പുതുതായി തൊഴിലാളികൾ ഇതിലേക്ക് കടന്നു വരുന്നില്ല. ഒന്ന്, വരുമാനത്തിൻ്റെ കുറവാണ്. 2, ഇതിലെ ഒരു ശാരീരിക അധ്വാനം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതോടൊപ്പം മറ്റ് നിരവധി പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഗുരുതരമായ പ്രതിസന്ധികളുണ്ട്. 1967 കള്ളുചെത്ത് തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ രൂപീകരണത്തിന് ശേഷം 2021 കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ കേരള കള്ള് വ്യവസായ വികസന ബോർഡ് ആക്ട് 2021 പ്രകാരം നിലവിൽ വന്ന കള്ള് വ്യവസായ വികസന ബോർഡ്, ടോഡി ബോർഡ് 2024 നിലവിൽ വന്നു. ഈ 2024 നിലവിൽ വന്ന ഈ ബോർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം തന്നെ ശുദ്ധമായ കള്ള് കേരളത്തിൽ വിതരണം ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ നിലവിൽ നമ്മൾ കാണുന്നൊരു ഗുരുതരമായ ഒരു പ്രതിസന്ധി എന്നത്, ഇത് ചെത്തിലൂടെ വൃക്ഷങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന കള്ളിൻ്റെ അളവും നിലവിൽ ഷാപ്പുകളിൽ വിതരണം ചെയ്യുന്ന കള്ളിൻ്റെ അളവും തമ്മിൽ ആനുപാതികമായി വലിയ വ്യത്യാസമുണ്ട് എന്നൊരു ആശങ്ക നിലവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യാജ മദ്യം, വ്യാജ കള്ള് ലഭ്യമാകുന്നു, അത് ഗുരുതരമായ ആരോഗ്യ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു ഒക്കെ പറയുന്ന പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ കള്ള് വ്യവസായത്തിൽ ഈ ഒരു വിശ്വാസ്യതയുടെ പ്രശ്നമുണ്ട്. ശുദ്ധമായ കള്ളാണോ ലഭിക്കുന്നത് എന്നുള്ളൊരു പ്രശ്നം നിലവിലുണ്ട് സർ. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന എക്സൈസ് വകുപ്പ് ഓപ്പറേഷൻ ശുദ്ധി എന്നൊരു സമഗ്ര പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. അത് ഈ ഉൽപ്പന്നങ്ങൾ, വ്യാജ കള്ള് എന്ന് പറയുന്ന ശുദ്ധമായ കള്ള് കൊടുക്കുക എന്നത് മാത്രമല്ല ഇത് ലക്ഷ്യം വെക്കുന്നത്. അതോടൊപ്പം തന്നെ നിയമലംഘനങ്ങൾ കണ്ടെത്തുക എന്നത് മാത്രം ഒതുങ്ങുന്നില്ല. കള്ള് മേഖലയെ സമഗ്രമായി പരിഷ്കരിച്ച് തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ശുദ്ധമായ കള്ള് ലഭ്യമാക്കുകയും കള്ള് വ്യവസായത്തിൽ സുതാര്യതയും വിശ്വാസം ഉറപ്പുവരുത്തുന്നതാണ് ഈ ഓപ്പറേഷൻ ശുദ്ധിയുടെ ലക്ഷ്യം. ജൂൺ മാസം 3-ാം തീയതി തുടങ്ങിയിരിക്കുന്ന ഓപ്പറേഷൻ ശുദ്ധി പദ്ധതി ഭാഗമായി ഇതിനകം തന്നെ 2,470 ഷാപ്പുകളിൽ പരിശോധന നടത്തി 1,457 കള്ള് സാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിച്ച് കെമിക്കൽ ലാബുകളിലേക്ക് അയച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സമഗ്രമായ പദ്ധതിക്കുള്ള ശ്രമം നടത്തുകയാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസ്യത ഉറപ്പുവരുത്തുക. നേരത്തെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ഈ ശുദ്ധമായ കള്ളിൻ്റെ ലഭ്യത ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികൾ, ഈ ഈൽഡ് നൽകുന്ന പുതിയ ഇനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിഗണനയിലുണ്ട്. ഈ സർക്കാർ നിലവിൽ വന്നതിന് ശേഷം പരിമിതമായ കാലമേ ആയിട്ടുള്ളൂ. ഈ സർക്കാരിൻ്റെ മദ്യനയം നിലവിൽ വന്നിട്ടില്ല. സമഗ്രമായി ഈ മദ്യനയം നിലവിൽ വരുന്നത് ഈ മേഖലയിലുള്ള തൊഴിലാളികൾ, അതോടൊപ്പം തന്നെ ഷാപ്പുടമകൾ, സമൂഹത്തിലെ വിവിധ തരത്തിലുള്ള ആളുകൾ എല്ലാവരുമായും ചർച്ച ചെയ്ത് സമഗ്രമായ ഒരു മദ്യനയം നിലവിൽ വരുന്നതോടെ നിലവിൽ രൂപീകരിക്കപ്പെട്ട ടോഡി ബോർഡിനെയും ചെത്തുതൊഴിലാളി ബോർഡിൻ്റെയും ഒക്കെ തന്നെ
ലക്ഷ്യങ്ങളെ മുൻനിർത്തി സമഗ്രമായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ എക്സൈസ് വകുപ്പ് തീരുമാനമെടുത്തിട്ടുണ്ട്. കേരളത്തിൻ്റെ പരമ്പരാഗത വ്യവസായമായ ഈ ഒരു മേഖല ഏകദേശം നിലവിൽ തന്നെ 20,000-ൽ പരം ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഈ ഒരു മേഖലയെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും എന്ന് ഉറപ്പു നൽകുന്നു. ശ്രീ എ. പ്രഭാകരൻ ചോദ്യം. ശുദ്ധമായ കള്ള് വിതരണം നടത്തണം, അതിനുള്ള സൗകര്യങ്ങളും ഇടപാടുകളും നടത്തുന്നു എന്നതിൽ സന്തോഷിക്കുന്നു. സർ, വിദേശ മദ്യ ഷാപ്പുകൾക്കും ബാറുകൾക്കും ബാധകമല്ലാത്ത ദൂരപരിധിയെങ്കിലും കള്ള് ഷാപ്പുകളുടെ കാര്യത്തിൽ എടുത്തു കളയുമോ എന്നതാണ് എൻ്റെ ചോദ്യം. മിനിസ്റ്റർ. ദൂരപരിധി സംബന്ധിക്കുന്ന കാര്യം, ഇത് ഈ ടോഡി ഷോപ്പുകളെ സംബന്ധിക്കുന്ന ദൂരപരിധി എന്നത് റൂൾ 7(2) ഓഫ് കേരള ആബ്കാരി ഷോപ്സ് ഡിസ്പോസൽ റൂൾസ് പ്രകാരമാണ്. നിലവിൽ 400 മീറ്ററാണ്. ബാറുകളെ സംബന്ധിച്ച് റീറ്റെയിൽ ഷോപ്പ് FL1 ഷോപ്പുകളിൽ അത് 200 മീറ്ററാണ്. ഈ 3 സ്റ്റാർ ബാറുകളെ സംബന്ധിച്ച് 200 മീറ്ററും 4 സ്റ്റാർ ബാറുകളിലും അതിനു മുകളിലാണെങ്കിൽ 50 മീറ്ററുമാണുള്ളത്. ഇവിടെ വന്ന നിർദ്ദേശങ്ങളൊക്കെ തന്നെ നമുക്ക് സമഗ്രമായി മദ്യനയത്തിൽ ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ സാമൂഹ്യ പ്രത്യാഘാതം, ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം ചർച്ച ചെയ്ത് സമഗ്രമായ ഒരു മദ്യനയം വരുന്നതോടെ കാര്യങ്ങൾ വ്യക്തമാകും. ബഹുമാനപ്പെട്ട അങ്ങ് നേരത്തെ ചിറ്റൂരിനെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ശേഖരിച്ച കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കള്ളുൽപാദിപ്പിക്കുന്ന പ്രദേശങ്ങളായ ചിറ്റൂർ സർക്കിളിന് കീഴിൽ ചെത്ത് തോട്ടങ്ങളുടെ കണക്ക് ഏകദേശം 1275 ചെത്ത് തോട്ടങ്ങളുണ്ടെന്നുള്ളതാണ് കണക്ക്. അതിൽ 1,11,827 തെങ്ങുകളിൽ നിന്നും 2,23,684 ലിറ്റർ കള്ള് ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് പെർമിറ്റ് പ്രകാരം അനുമതി നൽകിയിട്ടുള്ളത്. ഇത് ഈ തിരുവനന്തപുരം, കണ്ണൂർ ജില്ലകൾ ഒഴികെയുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും വിതരണം ചെയ്യപ്പെടുന്നത് ഇവിടെ നിന്നുള്ള കള്ളാണ്. പക്ഷേ ഈ തോട്ടങ്ങളുടെ എണ്ണം കൃത്യമാണോ? തെങ്ങുകളുടെ എണ്ണം കൃത്യമാണോ? ഇതിൽ നിന്ന് ലഭ്യമാകുന്ന കള്ളിൻ്റെ അളവ് കൃത്യമാണോ? ലഭ്യമാകുന്ന കള്ളിൻ്റെ അളവിനനുസരിച്ചാണോ സംസ്ഥാനത്ത് നിലവിലിരിക്കുന്ന 4,000-ൽ പരം ഷാപ്പുകളിൽ കള്ള് വിതരണം ചെയ്യപ്പെടുന്നത്? ഇതൊക്കെ തന്നെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും എക്സൈസ് വകുപ്പ് അത്തരമൊരു സൂക്ഷ്മ പരിശോധനയിലാണ്. ഈ മേഖലയുടെ വിശ്വാസ്യത നമുക്ക് ഉറപ്പുവരുത്തണം. ഇതൊരു വ്യക്തമായ മേഖല, കേരളത്തിൻ്റെ ഒരു പരമ്പരാഗത തൊഴിൽ മേഖലയാണ്. തൊഴിലാളികളുടെ ജീവസുരക്ഷ ഉറപ്പുവരുത്തണം. പക്ഷേ അതോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങൾ കുടിക്കുന്നത് ശുദ്ധമായ കള്ളാണെന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വവും ഈ സർക്കാരിനുണ്ട് എന്നത് ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു.